എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. നോ ലിംസ് ബാനറിൽ വയസ്സെത്രയും 30 എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനും ഒരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. എൻ്റെ ശബ്ദം അടഞ്ഞിരിക്കുകയാണ്. എനിക്കൊന്നൊരു 16-ാം തീയതി തൊട്ട് ഇന്നലെ വരെ ഫുൾ സ്റ്റേജ് ഷോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ശബ്ദം ഭയങ്കര അടഞ്ഞിരിക്കുകയാണ്. എനിക്കിവിടെ വരുമ്പോൾ ഒരു വലിയ സസ്പെൻസ് പൊട്ടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രമേശ് അത് പൊട്ടിച്ചു കളഞ്ഞു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മിമിക്രിയിലൂടെയാണ് ഈ രംഗത്ത് വരുന്നത്, കലാഭവനിലൂടെയാണ്. എനിക്ക് ഒരു 18 വർഷമായിട്ട് എല്ലാ കോമഡി പ്രോഗ്രാമിലും ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. അത് പലർക്കും അറിയില്ലായിരുന്നു. എല്ലാവരും വിചാരം ടി വിയിൽ ഇങ്ങനെ സ്ഥിരം കാണുമ്പോൾ ഇവര് സിനിമയിലും ഉണ്ട് എന്നായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി പറയാം, എൻ്റെ ആദ്യത്തെ പടം നമ്മുടെ ഷീചേട്ടൻ്റെ പടമാണ്. അതിലേക്ക് ഞാൻ വരാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് ഈ പറഞ്ഞതുപോലെ തന്നെ ദിലീപ് തന്നെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററുമാണ്. അദ്ദേഹത്തിൻ്റെ പടത്തിൽ പോലും ഞാൻ അഭിനയിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ജയേന്ദ്ര ശർമ്മയായിരുന്നു, ഷീചേട്ടൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ജയേന്ദ്ര ശർമ്മയെ ഓർക്കുകയാണ്. പിന്നെന്താ പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും എന്താ പറയുക, ഞാൻ ഇനി പണ്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ എനിക്കിപ്പോഴും ഭയങ്കരമായിട്ട് സ്റ്റേജ് ഷോ ചെയ്യാനാണ് താല്പര്യം. ഈ പറഞ്ഞ പോലെ മിമിക്രി ആയിട്ടും പാട്ടായിട്ടും ഡാൻസായിട്ടും എനിക്ക് അത് ചെയ്യാനായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ സിനിമയിലേക്ക് എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ്. ഞാനൊരു സ്റ്റേജ് പെർഫോമറാണ്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, പലരും എൻ്റെ അടുത്ത് പറയും നമ്മൾ ഈ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്ന എന്തിനാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ ഇതിൽ നിന്നൊക്കെ പിടിച്ചു കയറി ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സിനിമ ചെയ്തതിന് ശേഷം എനിക്ക് സിനിമ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ ചെയ്താൽ മാത്രമേ കുറച്ചും കൂടി എനിക്ക് സ്റ്റേജ് പെർഫോമൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്റ്റേജ് കൂട്ടാനും സ്റ്റേജിൻ്റെ പേയ്മെൻ്റ് ഒക്കെ കൂട്ടാൻ പറ്റുള്ളൂ എന്നുള്ള സത്യം ഞാൻ ഈ അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പടത്തിന് ശേഷം എന്തായാലും എനിക്ക് ഒരുപാട് സ്റ്റേജ് ഷോ കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ എന്തായാലും ഇനിയുള്ള ഞാൻ സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിലും അതിൻ്റെ ഫുൾ ക്രെഡിറ്റും ഈ ക്രൂവിന് കൊടുക്കുകയാണ്. കാരണം അവരുടെ ഒരു സപ്പോർട്ട്. കാരണം വടകര വെച്ചിട്ട് ഒരു പടം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇത് പറയാൻ പാടുണ്ടോ എന്ന് പോലെ എനിക്കറിയാം, ഇത് ഭയങ്കര ഒരു സിനിമ ഒന്നാവും അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിൻ്റെ അടുത്തല്ല, ഞാൻ ഒരു കൊയിലാണ്ടിക്കാരിയാണ്, രാവിലെ പോയിട്ട് അഭിനയിച്ചെങ്കിൽ പോരാ, വലിയ കുഴപ്പമൊന്നുമില്ല, ഇത് ആരും ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോയതാ. പക്ഷെ പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെന്നപ്പോൾ എല്ലാം വടകര ഭാഷ അറിയാലോ, എല്ലാം നമ്മൾ സരി ഇങ്ങോട്ട് പോവാ, അടുത്ത ഷോട്ട് ആടെ നാട്ടോ വരണ്ട്, ഇവിടെ നാട്ടോ വരണ്ട്, ഇങ്ങനത്തെ വർത്താനൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ വിചാര സിനിമയിലൊക്കെ എല്ലാവരും അവിടെ നിന്ന് വരും ഇവിടെ നിന്ന് വരും ഇതൊക്കെ പേടിച്ചിട്ടേ ഞാൻ പോകാതിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഒരു സിനിമ, പപ്പേട്ടനായിക്കോട്ടെ, പിന്നെ ജിബ്രാൻ ഒരു ക്യാമറാമാൻ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ വിചാരം അങ്ങോട്ട് മാറി ഇങ്ങോട്ട് ലുക്കൊക്കെ മാറി ചീത്തത്. പക്ഷെ ഭയങ്കര കമ്പനിയായിരുന്നു, ഭയങ്കര കൂളായിട്ട് അറ്റൻഡ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒരുപാട് ഈ പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും ഇത്രയും നല്ലൊരു പടത്തിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത്രയ്ക്കും നല്ല പടമാണ്. വടകരയുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ, കുറേ പുതിയ ആൾക്കാർ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിച്ചു ഇവർ അഭിനയിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ എൻ്റെ വിചാരം ഇവർ റിഹേഴ്സൽ ചെയ്യുകയാണ്. കാരണം ഒരിക്കലും അത് അഭിനയിക്കുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു ഡയലോഗ് എനിക്ക് പറഞ്ഞപ്പോൾ ഞാനിവിടെ കിടന്ന് ഭയങ്കര അഭിനയം, അവരഭിനയിക്കുമ്പോൾ ഞാൻ ഇവരെന്താ അഭിനയിക്കുന്നത്. പക്ഷെ അത് അത്രയും നാച്ചുറലായിട്ട് ഈ സിനിമയിലാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും നാച്ചുറലായിട്ടുള്ള ആൾക്കാർ, സാധാരണക്കാർ, നമ്മുടെ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭാഷണ ശൈലിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു ഈവനിങ് അടിച്ചു പൊളിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. അടുത്ത നമുക്ക് സമയത്തിൻ്റെ ചെറിയൊരു പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള 2-3 ആർട്ടിസ്റ്റുകൾ വിളിച്ചിട്ട് നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് പെട്ടെന്ന് ഇവിടുന്ന് ഇതാക്കാൻ വിചാരിക്കുന്നു. ആദ്യമായിട്ട് വിളിക്കുന്നത് നമ്മുടെ കമലമ്മ, എൻ്റെ കൂടെ ആങ്കറിങ് ചെയ്യുന്ന എൻ്റെ അമ്മയാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ശരിക്കും അമ്മയാണോ എന്നൊക്കെ ശരിക്കും അമ്മ തന്നെയാണ്. നമ്മൾ ചില വേഷങ്ങളൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ചെറിയ കോപ്രായ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ കമലമ്മയെ വേദിയിലേക്ക് ക്ഷണിക്കാം. സംസാരിക്കാൻ ക്ഷണിക്കുന്നില്ല, സോറി സമയത്തിൻ്റെ പ്രശ്നമാണ്.